ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിസംബറിൽ വരാനിരിക്കുന്ന 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു 50-day ടൈം ടേബിളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സാമിന് മുന്നായിട്ട് സിലബസ് കംപ്ലീറ്റ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം ഫോളോ ചെയ്യാം. അതെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 10th പ്രിലിമിനറി ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി 4-5 ടോപ്പിക്കിൽ നിന്നുള്ള കംപ്ലീറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊതുജനാരോഗ്യത്തിൽ നിന്നും അതുപോലെ മാത്സിൽ നിന്നുള്ള വീഡിയോസാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണുക. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓരോന്നും സബ്ജക്റ്റ് വൈസ് ആയിട്ട് തന്നെ പ്ലേലിസ്റ്റ് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ PDF നോട്ടുകൾ നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് എടുക്കുന്നത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ മോഡൽസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇത്രയും ക്വസ്റ്റ്യൻസ്, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എങ്കിലും ആ ക്വസ്റ്റ്യൻസ് പഠിച്ച് പോവുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10th പ്രിലിമിനറിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിക് റൂള് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. കാരണം ഇതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, മൈനസ് ഉണ്ട്, അതേപോലെ തന്നെ ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, പ്ലസ് ഉണ്ട്, അഡീഷനും സബ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അതുപോലെ ബാറും ബ്രാക്കറ്റ് ഓഫും എല്ലാം വരുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു റൂളുണ്ട്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ബോർഡ് മാസ് റൂള്. ഇതിലെല്ലാം അതും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിഞ്ഞാൽ തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ ബോർഡ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓരോന്നും എന്തിനൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. ഇതെന്താ, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷനാണ്. D എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, M എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, A എന്ന് പറയുന്നത് അഡീഷനാണ്, A എന്ന് പറയുന്നത് അഡീഷനും, S എന്ന് പറയുന്നത് സബ്ട്രാക്ഷനുമാണ്. അപ്പോൾ ഇനി Bയും Oയും ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ B എന്ന് പറയുന്നത് ബാറിനെയാണ് കാണിക്കുന്നത്, മീൻസ് ബ്രാക്കറ്റ് ഓഫ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബോർഡ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണരൂപം V ബോർഡ് മാസ് എന്നാണ്. V എന്ന് പറയുന്ന ഒന്നും കൂടെ അവിടെ ഉണ്ട്, VB എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ BO എന്നുള്ളത് ഓർത്തിരുന്നാൽ തന്നെ ഇത് കിട്ടും. ഈ B എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രാക്കറ്റ് ഓഫിനെയാണ്, ബ്രാക്കറ്റ്സ് ഓഫിനെയാണ് ഇത് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ B എന്നുള്ളത് ബാർ ആണ് എന്നുള്ളത് കൂടി ഓർത്താലും മതി. ഈ Vനെ നമ്മൾ വിളിക്കുക വിങ്കുലം എന്നാണ്, അതായത് BINCULUM, അതായത് ബാറിനെയാണ് ഇത് കാണിക്കുന്നത്, ബാർ. അപ്പം നിങ്ങൾ ബോർഡ് മാസ് എന്ന് ഉദ്ദേശിച്ച ഇതിങ്ങനെ മാത്രം പഠിച്ചിരുന്നാലും മതി. അതായത് ബാറ്, ബ്രാക്കറ്റ് ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇതൊക്കെ എന്താണ്, ഈ ഓർഡറിൽ വേണം നമ്മൾ ഇത് സോൾവ് ചെയ്യാനായിട്ട്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം, കണ്ടോ, ഇവിടെ സബ്ട്രാക്ഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഏത് ഓർഡറിലാണ് നമ്മൾ പോകേണ്ടത്, ആദ്യം ചെയ്യേണ്ടത്, ഇതിലേതാണ് ആദ്യം ചെയ്യേണ്ടത്? ഈ 10 - 10 ആദ്യം ചെയ്യണോ, അത് 10/2 ആദ്യം ചെയ്യണോ? അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ഓർഡറിൽ വേണം നമ്മൾ പോകാനായിട്ട്. ആദ്യം ബാർ എന്നുള്ളത് ഉണ്ടെങ്കിൽ, ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മുകളിൽ വരച്ചിരിക്കുന്നത് കണ്ടോ, അപ്പോൾ X മുകളിൽ വരയ്ക്കുന്നതാണ് ബാർ. അപ്പോൾ ഇതിന് വേണം നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കാൻ. ആദ്യം ഇത് ചെയ്യണം എന്നാണ് ഇത് കാണിക്കുന്നത്. ബാർ എന്നുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അത് ചെയ്യണം. പിന്നെ ബ്രാക്കറ്റ് ഓഫ് ചെയ്യണം. ബ്രാക്കറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ തരും 3/5, അല്ലെങ്കിൽ ഇതിങ്ങനെ ബ്രാക്കറ്റിൽ തരും, ഇതിങ്ങനെ തരാം. ഇതൊക്കെയാണ് ഈ ബ്രാക്കറ്റ് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഈ ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ വേണം പിന്നെ നമ്മൾ ചെയ്യാനായിട്ട്. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം സബ്ട്രാക്ഷൻ ചെയ്യരുത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 2 - 3/6 ഇങ്ങനെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതാണ് നമ്മളോട് സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ എന്ത് ചെയ്യും, 2 - 3 ചെയ്യും, അപ്പോൾ -1 നീട്ടി /6 ചെയ്യും. ഇത് തെറ്റാണ്. ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. കണ്ടോ, ഡിവിഷൻ ആണ് ഇമ്പോർട്ടൻസ്. ആദ്യം ഏതാ വരുന്നത്, ഡിവിഷൻ കഴിഞ്ഞിട്ടേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പാടുള്ളൂ, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടേ അഡീഷൻ ചെയ്യാൻ പാടുള്ളൂ, അത് കഴിഞ്ഞിട്ടേ സബ്ട്രാക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. അതായത് നമ്മുടെ കയ്യിൽ ഡിവിഷൻ എന്നുള്ളത് ഉണ്ടെങ്കിൽ, നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. അതായത് 3/6 ആദ്യം ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുക, 1/2. എന്നിട്ട് വേണം സബ്ട്രാക്ഷൻ ചെയ്യാൻ, 2 - 1/2, എന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. കണ്ടോ, അപ്പോൾ ഇതാണ് ആ ഓർഡറാണ് പറയുന്നത്. ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഏതാ, അപ്പോൾ ഇവിടെ ഈ ബാർ ഉള്ളത് വേണം ആദ്യം ചെയ്യാൻ. അപ്പോൾ ഇതിനെ ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതാണ്, 10 - ഈ ബ്രാക്കറ്റിൽ എന്തുണ്ട്, 10 - പിന്നെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് 10 - 10/2 × 4 +2 ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഏതാ ചെയ്യേണ്ടത്, ഈ ഭാഗം വേണം ആദ്യം ചെയ്യാൻ.
അപ്പോൾ ബാക്കിയുള്ളത് അതുപോലെ തന്നെ എടുത്ത് എഴുതുക. 10 മൈനസ് ഈ ബ്രാക്കറ്റിൽ ഈ 10, പിന്നെ ഈ ബ്രാക്കറ്റ് 10, ഈ ബ്രാക്കറ്റിൽ 10 കണ്ടോ, ഇതിന് ഉൾഭാഗം ഇത് ആദ്യം ചെയ്യണം. നമ്മൾ ഇത് ആദ്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിലേതാ കിടക്കണേ? 2 × 4 + 2 ആണ്. എന്താ 2 × 4 + 2 ആണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം ഏതാ? ഇത് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ആണ് അല്ലേ? മൾട്ടിപ്ലിക്കേഷനും അഡീഷനും. അപ്പോൾ നമ്മുടെ ഓർഡർ നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം, എന്നിട്ട് വേണം അഡീഷൻ ചെയ്യാൻ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? 2 × 4 വേണം ആദ്യം ചെയ്യാൻ, +2 ചെയ്യണം. അപ്പോൾ എത്ര ആൻസർ വരും? 10 എന്നാണ് അവിടെ ആൻസർ വരിക. അപ്പോൾ നമ്മൾ അതെടുത്ത് എഴുതി. ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയത് 10. അത് നമ്മൾ അവിടെ എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം. ഇതിൽ ആദ്യത്തെ ബ്രാക്കറ്റ്, ഉള്ളിലത്തെ ബ്രാക്കറ്റ് വേണം, ബ്രാക്കറ്റ് ഓഫ്. ഉള്ളിൽ നിന്ന് വേണം പുറത്തോട്ട് വരാനായിട്ട്. ഉള്ളിലുള്ള ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യാൻ. പുറത്തുള്ള ബ്രാക്കറ്റ് നമുക്ക് അങ്ങനെ ആദ്യം ചെയ്യാൻ പറ്റില്ല. ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വേണം പോകാൻ. അപ്പോൾ ആദ്യം ഉള്ളിൽ കിടക്കുന്ന ബ്രാക്കറ്റ് ഇതല്ലേ? അപ്പോൾ ഇത് ചെയ്യണം. ഈ ഒരു ഭാഗമാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 10 മൈനസ് ഇത് എഴുതി. ഈ 10 മൈനസ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ കിടക്കണേ? 10/10. 10/10 എന്ന് പറഞ്ഞാൽ 1 ആണ്. 10/10 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. ഇനി ഉള്ളിലുള്ള ബ്രാക്കറ്റ് ഏതാ? ഇതാണ് ഉള്ളിലുള്ള ബ്രാക്കറ്റ്. അപ്പോൾ ഇത് വേണം സോൾവ് ചെയ്യാൻ. അപ്പോൾ 10 മൈനസ് 10 - 1 എത്രയാ? 9 ആണ്. 9 ആണ് 10 - 1. ഇനി ഈ ബ്രാക്കറ്റ് തുറക്കുക. അപ്പോൾ എന്ത് വരും? 10 മൈനസ്, കണ്ടോ, 10 - 9ൻ്റെ വാല്യൂ 1. അപ്പോൾ നമ്മുടെ ആൻസറായി 9 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. 9 എന്നാണ് ആൻസർ കിട്ടുക. ഈ ബോർഡ് മാസ്, വി ബോർഡ് മാസ് എന്നാ പറയാം. അത് നിങ്ങൾ ബോർഡ് മാസ് എന്ന് ഓർത്തിരുന്നാലും മതി. ബിക്ക് എന്ത് കൊടുക്കണം? ബാറ് ബ്രാക്കറ്റ് ഓഫ്. ശരിക്കും വി ആണ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരുന്നില്ലെങ്കിലും ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ബാറ് ബ്രാക്കറ്റ് ഓഫ്. ബാറ് കഴിഞ്ഞിട്ടാണ് ബ്രാക്കറ്റ് ഓഫ്. ആദ്യം ബാർ എടുക്കണം. ബാറിൻ്റെ അടിയിലുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓഫ്. ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബ്രാക്കറ്റ് തുറന്ന് വരിക. വേണ്ട, അപ്പോൾ ഇതാണ് ഉള്ളിലത്തെ ബ്രാക്കറ്റ്. അത് തുറന്നു, പിന്നെ ഇനി അടുത്ത ബ്രാക്കറ്റ് തുറന്നു, പിന്നെ അടുത്ത ബ്രാക്കറ്റ്. ഉള്ളിൽ നിന്ന് ഇങ്ങനെ തുറന്ന് വരിക. അപ്പോൾ അതിൽ തന്നെ ചെയ്യാൻ, ഇപ്പോൾ ബാറിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഓരോ ക്രിയകൾ ഉണ്ടാവും. അതിലെങ്ങനെ ഓർഡർ? ഡിവിഷൻ ആദ്യം ചെയ്യണം, എന്നിട്ട് വേണം മൾട്ടിപ്ലിക്കേഷൻ, എന്നിട്ട് അഡീഷൻ, എന്നിട്ട് സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഡർ. അപ്പം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇതൊന്ന് റിവൈൻഡ് ചെയ്ത് ഒന്നും കൂടെ കേട്ട് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ റൂളിലെ എല്ലാതും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 10th പ്രിലിമിനറിക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മസ്റ്റായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? 3 of 5. ഈ ബ്രാക്കറ്റ് ഓഫിനെ നമ്മൾ ഇങ്ങനെയും കൂടെ പറയും. ഓഫിനെയാണ് ഈ കാണിക്കുന്നത്. ബോർഡ് മാസിലെ O കാണിക്കുന്നത് കണ്ടോ? ഇതാണ് ഈ പറയുന്നത്. ഇത് ബ്രാക്കറ്റ്. ഈ ഓഫ് എന്ന് പറയുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടേ. 3 of 5. 3 of 5 എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണനത്തിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ഗുണനം, അതായത് 3 × 5. അപ്പം അത് നമ്മൾ അവിടെ പറയാനത് ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയാമെന്ന് വെച്ചിട്ടാണ്. കണ്ടോ, 3 of 5 എന്ന് പറഞ്ഞാൽ 3 × 5 എന്നാണ് മീനിങ്. അപ്പോൾ നമുക്ക് നോക്കാം. എന്താ? 3 of 5 ഉണ്ട്, പിന്നെ പ്ലസ് 4 of 5 ഉണ്ട്, മൈനസ് 35 of 1 ഉണ്ട്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ? ആദ്യം ബ്രാക്കറ്റ് തുറക്കണം അല്ലേ? ഇതിനാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. ബ്രാക്കറ്റ് തുറക്കണം. 3 of 5 ആദ്യം ചെയ്യണം. 3 of 5 എന്ന് പറഞ്ഞാൽ 3 × 5 എന്നാണ് മീനിങ്. ഈ ഓഫിൻ്റെ അവിടെ എന്തിട്ട് കൊടുക്കണം? ഇൻറ്റു ഇട്ട് കൊടുക്കണം. പ്ലസ് 4 of 5 എന്ന് പറഞ്ഞാൽ 4 × 5 എന്നാണ് മീനിങ്. മൈനസ് 35 ഓഫ് എന്ന് പറഞ്ഞാൽ 35 × 1 എന്നാണ് മീനിങ്. ഉണ്ടോ? അപ്പോൾ ഇവിടെ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, ഇൻറ്റു ഉണ്ട്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അവിടെ, അഡീഷൻ ഉണ്ട് അവിടെ, സബ്ട്രാക്ഷൻ ഉണ്ട്. ആർക്കാ ഇമ്പോർട്ടൻസ്? മൾട്ടിപ്ലിക്കേഷനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്യണം. കണ്ടോ, മൾട്ടിപ്ലിക്കേഷൻസിൻ്റെ വാല്യൂ ആണ് ആദ്യം ചെയ്യേണ്ടത്. 3 × 5 എത്രയാ? 15, പ്ലസ് 4 × 5 20, മൈനസ് 35 × 1 35. അതായത് ഇത് എത്രയാ? 15 + 20 35. 35 - 35 0 എന്ന് വരും. കണ്ടോ? അപ്പോൾ ആദ്യം ഇത് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്യാണ്. 3 × 5 15 എന്ന് എഴുതി, പ്ലസ് 4 × 5 മൈനസ് 35 × 1 നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ഇനി ഈ 15 + 4 ചെയ്യരുത്. കണ്ടോ, ഈ 15 + 4 ചെയ്യരുത് ആദ്യം. കാരണം എന്താ? ഇത് അഡീഷൻ ആണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ കിടക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കിടക്കുന്നുണ്ടെങ്കിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടേ അഡീഷനിലേക്ക് വരാവൂ. മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ അഡീഷനിലേക്ക് വരാവൂ. നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് അഡീഷനിലോട്ട് വരും. ഇനി എന്താണ്? അതേപോലെ കുറേ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് എഴുതാം. എന്താണെന്നുള്ളത് 8 + 8 + 8 ഡിവൈഡഡ് ബൈ 8 മൈനസ് ഇവിടെ 8 + 8 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ ആദ്യം നമുക്ക് ബ്രാക്കറ്റ് തുറക്കണം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ? ഇതാണ് ആദ്യം ചെയ്യാൻ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെയ്യാം.
8 + 8 + 8 എന്ന് പറഞ്ഞാൽ 8 × 3 24 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. മൈനസ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ കിടക്കുന്നത്? ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എങ്ങനെയാണ്? 8 + 8 ഡിവൈഡഡ് ബൈ 8. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. എന്താണ്? ഇപ്പോൾ ചില ആൾക്കാർ ചെയ്യും 8 + 8 ചെയ്യും. അപ്പോൾ എത്ര വന്നു? 16/8 എന്നിട്ട് ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. പക്ഷേ ഇത് തെറ്റാണ്. ഈ ആൻസർ തെറ്റാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ അഡീഷനും ഉണ്ട് ഡിവിഷനും ഉണ്ട് അല്ലേ? അഡീഷനും ഡിവിഷനും ഉണ്ടെങ്കിൽ ആർക്കാ പ്രയോറിറ്റി? ഡിവിഷൻ വേണം ആദ്യം ചെയ്യാൻ. ഇങ്ങനെയല്ലേ? ബോർഡ് മാസ് ഇതാണ് ഓർഡർ. ഡിവിഷൻ കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അഡീഷൻ വരുന്നത്. അപ്പോൾ ഡിവിഷൻ ആദ്യം എടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ആദ്യം ചെയ്യണം. ആദ്യം 8 + 8 എന്ന് കയറി ചെയ്യരുത്. ഇത് തെറ്റാണ്. ആദ്യം എന്ത് ചെയ്യണം? 8/8 ചെയ്യണം. 8/8 എത്രയാ? 1 ആണ്. അപ്പോൾ ഇവിടെ 1 കൊടുക്കുക. 8 + 1 9. കണ്ടോ? രണ്ട് ആൻസറും മാറി. ഇങ്ങനെ ചെയ്താൽ ഇത് തെറ്റാണ്. 8 + 8 ആദ്യം ചെയ്യരുത്. ഡിവിഷൻ ഉണ്ടെങ്കിൽ ആ ഡിവിഷൻ ചെയ്തിട്ട് അതിനോട് കൂടെ 8 കൂട്ടണം. ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. +8 9. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഇവിടെ 9 എന്നാണ് വരിക. 9. ഇനി 24/8 എത്രയാണ്? 3 ആണ്. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് 24/8 3 ആണ്. മൈനസ് ഇവിടെ 9 ആണ്. 3 - 9 എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ടുണ്ടോ? പ്ലസ് സൈനും മൈനസ് സൈനോ? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ സൈൻ ഇടുക. 9ൽ നിന്ന് 3 കുറച്ചാൽ 6. 9ൻ്റെ സൈൻ എത്രയാ? മൈനസ്. കണ്ടോ? -6 എന്നുള്ളതാണ് ആൻസർ വരിക. -6. ഇനി ഇതേപോലെ നമുക്കെടുത്ത് എഴുതാം. 72 ഡിവൈഡഡ് ബൈ എന്താണ്? 27 - 35 - 42 - 45 ഡിവൈഡഡ് ബൈ 9 × 2 ഇത്രയും തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ബ്രാക്കറ്റ് ഉള്ളിൽ കിടക്കുന്ന ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന ബ്രാക്കറ്റിനെ എടുക്കുക. ഇതിൽ ഏറ്റവും ഉള്ളിൽ ഇതൊരു ബ്രാക്കറ്റാണ്, ഇതൊരു ബ്രാക്കറ്റാണ്, ഇതൊരു ബ്രാക്കറ്റാണ്. അപ്പോൾ ഉള്ളിൽ കിടക്കുന്ന ബ്രാക്കറ്റ് ഇതാ. അപ്പോൾ ഇത് വേണം നമ്മൾ ആദ്യം ചെയ്യാനായിട്ട്. ഈ ഒരു സംഭവത്തിന് ആദ്യം ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഇവിടേക്ക് എടുത്ത് എഴുതുകയാണ്. എന്താ? 42 - 45 ഡിവൈഡഡ് ബൈ 9 × 2 ഇതല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തുണ്ട്? സബ്ട്രാക്ഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ബോർഡ് മാസ് എന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. ഡിവിഷൻ കിടക്കുന്നത് എവിടെയാണ്? ഇത് ഇവിടെയല്ലേ ഡിവിഷൻ കിടക്കുന്നത്. ഇത് ആദ്യം ചെയ്യണം എന്നാണ് അർത്ഥം. ഇത് ആദ്യം ചെയ്യണം. അപ്പോൾ എഴുതാം 42 - 45/9 9 × 5 ആണ് 45. 45/9 എന്ന് പറഞ്ഞാൽ 5 × 2. ഇനി ഇതിൽ ആദ്യം ആരെ ചെയ്യണം? ഇത് ചെയ്യണോ? അതായത് ഇത് ചെയ്യണോ? ഇത് ചെയ്യണോ? ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടല്ലേ സബ്ട്രാക്ഷൻ വരുന്നത്. കണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് സബ്ട്രാക്ഷൻ. അപ്പോൾ ഇത് ആദ്യം ചെയ്യണം. 42 - 10 5 × 2 എന്ന് പറഞ്ഞാൽ 10. എത്ര ആൻസർ വരും? 32. ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്തെന്ന് വന്നു? 32 എന്ന് വന്നു. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 72 ഡിവൈഡഡ് ബൈ 27 - 35 - 32. ഓക്കെ. അപ്പോൾ ഇതിന് ഉള്ളിൽ കിടക്കുന്ന ബ്രാക്കറ്റ് ഇതൊരു ബ്രാക്കറ്റാണ്, ഇതൊരു ബ്രാക്കറ്റാണ്. അപ്പോൾ ഇതാണ് ഉള്ളിൽ കിടക്കുന്ന ബ്രാക്കറ്റ്. ഇത് ആദ്യം ചെയ്യണം. അപ്പോൾ 72 ഡിവൈഡഡ് ബൈ 27 - 35 എന്ന് 32 പോയാൽ 3 ആണ്. ഇത്രയും കിട്ടി. ഇനി ആരെ ചെയ്യണം? ഈ ബ്രാക്കറ്റിനെ ചെയ്യണം. ഡിവിഷനും ബ്രാക്കറ്റും തന്നിട്ടില്ലേ. അപ്പം ബ്രാക്കറ്റാണ് ആദ്യം എഴുതേണ്ടത്. ബോർഡ് മാസ് ബി അല്ലേ ആദ്യം തന്നെ. ബി കഴിഞ്ഞിട്ട് വേണം ഡി. അതായത് 72 ഡിവൈഡഡ് ബൈ 27 3 പോയാൽ 24. 72/24 2 വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും. ഇതിപ്പോൾ 2 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ വരിക? അല്ലാതെ ഡയറക്റ്റ് 24 × 3 ആണ്. കണ്ടോ? 24 × 3 ആണ് 72 എന്ന് പറയുന്നത്. ഡയറക്റ്റ് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 12 ഇവിടെ വരും, 36 ഇവിടെ വരും. 12 3 ടൈംസ് ആണ് പോവുക. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക? 3 എന്നുള്ളതാണ് ആൻസർ വരിക. 3 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി എ എന്ന് പറയുന്നത്, അപ്പോൾ ഇത് ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഇത് തന്നെയാണ് എപ്പോഴും ചോദിക്കാറുള്ളത് കേട്ടോ. എ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? പ്ലസിന് ഈക്വലാണ്. അപ്പോൾ എ ഉള്ളിടത്തൊക്കെ നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കണം. ഓക്കെ. ബി ഉള്ളിടത്തൊക്കെ എന്തിട്ട് കൊടുക്കണം? മൈനസ് ഇട്ട് കൊടുക്കണം. സി ഉള്ളിടത്തൊക്കെ ഡിവിഷൻ ഇട്ട് കൊടുക്കണം. ഡി ഉള്ളിടത്തൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ഇട്ട് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. കണ്ടോ? എ എവിടെയൊക്കെയാണ് ഉള്ളത് അവിടെയൊക്കെ പ്ലസ് ഇടണം. അപ്പോൾ ഇനി ഇതിനെടുത്ത് എഴുതുക. എന്താണ്? 18A 12C 6D 2B 5 ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂസ് പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെ എന്തൊക്കെയാണ് ഇടേണ്ടത് എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. എയുടെ സ്ഥാനത്ത് എന്താ കൊടുക്കണ്ടേ? പ്ലസ് എന്ന് കൊടുക്കണം. കണ്ടോ? അപ്പോൾ 18 പ്ലസ് എയുടെ സ്ഥാനത്ത് ഞാൻ പ്ലസ് കൊടുത്തു 12. സിയുടെ സ്ഥാനത്ത് എന്താ കൊടുക്കണ്ടേ? സിയുടെ സ്ഥാനത്ത് ഡിവിഷൻ കൊടുക്കണം. ഡിവിഷൻ ഡിവൈഡഡ് ബൈ 6. ഡിയുടെ സ്ഥാനത്ത് എന്താ കൊടുക്കണ്ടേ? ഇൻറ്റു കൊടുക്കണം. ഡിയുടെ സ്ഥാനത്ത് ഇൻറ്റു കൊടുക്കുക 2.
ബിയുടെ സ്ഥാനത്ത് മൈനസ് കൊടുക്കുക, ബി 5 എന്ന് വരും, -5. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 18 + 12 ഡിവൈഡഡ് ബൈ 6 × 2 - 5. ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ബോർഡ് മാസ് റൂള് ഇവിടെ എന്തൊക്കെയാണുള്ളത്? പ്ലസ് ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, മൈനസ് ഉണ്ട്. അപ്പോൾ ഡിവിഷൻ ആദ്യം ചെയ്യണം. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഡിവിഷൻ, ഇത് ആദ്യം ചെയ്യണം. അപ്പോൾ 18 + 12/6 എന്ന് പറഞ്ഞാൽ 2 ആണ്, × 2 - 5. ഇനി ആരെ ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. അപ്പോൾ 18 + 4 - 5. ഇനി ഇതിവിടെ പ്ലസും മൈനസും നമുക്ക് നേരിട്ട് ചെയ്യാം. അല്ലെങ്കിൽ അഡീഷൻ ആദ്യം ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യാം. 18 + 4 എന്ന് പറഞ്ഞാൽ 22 ആണ്, -5. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല കേട്ടോ. ഈ രണ്ട് ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. 22 - 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 22 നിന്ന് 5 പോയി കഴിഞ്ഞാൽ 17. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വന്നു? 17 എന്നുള്ളത് വന്നു. 17 ആണ് നമ്മുടെ ആൻസർ. ഇനി ഇതേപോലത്തെ ഒരെണ്ണം ചെയ്യാം. എന്താണ്? ഹാഷ് ഉള്ളവിടെയൊക്കെ കേട്ടോ, ഈ ഹാഷ് ഉള്ളവിടെയൊക്കെ എന്ത് കൊടുക്കണം? മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അറ്റിൻ്റെ അവിടെ എന്ത് കൊടുക്കണം? ഡിവിഷൻ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ സിമ്പിൾ ലെസ് ദാൻ്റെ സിമ്പിളിൻ്റെ അവിടെ പ്ലസ് കൊടുക്കണം, ഗ്രേറ്റർ ദാൻ സിമ്പിളിൻ്റെ അവിടെ നെഗറ്റീവും കൊടുക്കണം. ഇനി നമുക്ക് എഴുതാം 6 ഹാഷ് 13 ലെസ് ദാൻ 45 അറ്റ് 3 ഗ്രേറ്റർ ദാൻ 7 ഹാഷ് 12. അപ്പോൾ നമുക്ക് കൊടുക്കാം 6 എഴുതി. ഹാഷിൻ്റെ അവിടെ എന്താ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കണം, 13 എഴുതി. ലെസ് ദാൻ്റെ അവിടെ എന്താ കൊടുക്കണ്ടേ? പ്ലസ് 45 എഴുതി. അറ്റിൻ്റെ അവിടെ ഡിവിഷൻ കൊടുക്കണം. ഗ്രേറ്റർ ദാൻ്റെ അവിടെ മൈനസ് കൊടുക്കണം. ഗ്രേറ്റർ ദാൻ്റെ അവിടെ നമ്മൾ -7 കൊടുക്കണം. വീണ്ടും ഹാഷിൻ്റെ അവിടെ എന്ത് കൊടുക്കണം? ഇൻറ്റു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യേണ്ടത് ഇതാണ്. എന്താ? 6 × 13 + 45 ഡിവൈഡഡ് ബൈ 3 -7 × 12. കണ്ടോ, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതാണ് ഡിവിഷൻ. കണ്ടോ, ഇത് ആദ്യം ചെയ്യണം. അപ്പോൾ 6 × 13 + 45/3 ഡിവൈഡ് ചെയ്ത് നോക്കുക. 45 3 എത്ര ടൈംസ് പോവും? 1 5 15 ടൈംസ് 15 എന്ന് വരും, -7 × 12. ഓക്കെ, അപ്പോൾ ആദ്യം ഇനി ഏത് ചെയ്യണം? 6 × 13. 6 × 13 എത്രയാണ്? 13 × 6 എന്ന് പറയുമ്പോൾ 78 വരും. 78 + 15 മൈനസ് ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 12 × 7 എത്രയാണ്? 84. 78 വരും, +15 -84 ആണ് വരിക. -84 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 78 - 84 എന്ന് പറഞ്ഞാൽ 15 - 6 എന്ന് വരും. 15 - 6 എത്രയാണ്? 9. 15 - 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇത് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 9 ആണ് കേട്ടോ നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ 9 ആണ് വരേണ്ടത്. ഓപ്ഷനിൽ ഇത് 9 ആണ് കേട്ടോ, 9. ഓക്കെ, 9 ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അത് നോക്കുക, എവിടെയൊക്കെയാണ് സിമ്പിൾ ഉള്ളത് അവിടെയൊക്കെ അവിടെ പറഞ്ഞിട്ടുള്ള സിമ്പിൾസ് ആയിട്ട് അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത് പോലെ ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ റൂൾ അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. ഡിവിഷൻ ആദ്യം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ. ബ്രാക്കറ്റ് ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യാം. ബാറും ബ്രാക്കറ്റ് ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യാം. ഓക്കെ, ഇനി പ്ലസ് എന്നാൽ ഹരണം. ഇതേപോലെ തന്നെ തന്നിട്ടുള്ളതാണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ അത് എന്തിനെയാണ് കാണിക്കുന്നത്? ഹരണത്തിനെയാണ് കാണിക്കുന്നത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് മൈനസിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് മൈനസിനെയാണ് കാണിക്കുന്നത്. ഇനി ഹരണം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനെ കാണിക്കുന്നു. പിന്നെ നെഗറ്റീവ് എന്നാൽ മൈനസ് എന്ന് കഴിഞ്ഞാൽ ഏതാ വരുന്നത്? പ്ലസിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസിനെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 15 + 3 -8 × 4 ഹരിക്കണം 2. ഇത് എത്രയാണെന്നാണ് ചോദിക്കണേ. ഇതിൽ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യാനല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞിട്ട് പ്ലസിൻ്റെ സ്ഥാനത്തൊക്കെ ഹരണം ഇട്ട് കൊടുക്കണം, അതിനെ റീപ്ലേസ് ചെയ്യണം ഇതുപോലെ. അപ്പോൾ 15 പ്ലസിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം? ഹരണം ഇട്ട് കൊടുക്കണം. മൈനസിൻ്റെ സ്ഥാനത്ത് പ്ലസ് ഇട്ട് കൊടുക്കണം, +8. ഇൻറ്റുവിൻ്റെ സ്ഥാനത്ത് ഏതിടാനാണ് പറഞ്ഞിട്ടുള്ളത്? നെഗറ്റീവ് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്, 4. ഡിവിഷൻ്റെ സ്ഥാനത്ത് മൾട്ടിപ്ലിക്കേഷൻ ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇതല്ല ഈ ഫസ്റ്റ് എന്നത്, ഇതല്ല സോൾവ് ചെയ്യേണ്ടത്. ഇതിലെ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. ഓരോ സിമ്പലിനെയും ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടുള്ളതാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്? 15/3 +8 -4 × 2. ഡിവിഷൻ ആദ്യം ചെയ്യുക. 15/3 എത്രയാണ്? 5 +8 മൈനസ് പിന്നെന്താ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 4 × 2 8 ആണ്.
അപ്പോൾ ഇവിടെ 8 - 8 0 എന്ന് വരും. അപ്പോൾ ആൻസർ എന്താ 5 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നമ്മുടെ ആൻസർ എന്താ വരുന്നത് 5 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി ശരിയായ ചിഹ്നങ്ങൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞില്ല കണ്ടോ. അതായത് 36 ഇവിടെ ഒരു ഡാഷ് തന്നിട്ടുണ്ട്, 6 ഇവിടെ ഒരു ഡാഷ് തന്നിട്ടുണ്ട്, ഇവിടെ 7 തന്നിട്ടുണ്ട്. പക്ഷേ ആൻസർ നമുക്ക് എന്ത് കിട്ടണം 42 കിട്ടണം. അപ്പോൾ ഇവിടെ പ്ലസ് ഇടണോ മൈനസ് ഇടണോ, ഇവിടെ ഇൻറ്റു ഇടണോ ഡിവിഷൻ ഇടണോ, അതാണ് ചോദിക്കണേ. ഇത് നമ്മൾ ഓപ്ഷനിൽ നിന്ന് വേണം കണ്ടുപിടിക്കാനായിട്ട്. ഓരോ ഓപ്ഷൻസ് ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഇതൊക്കെ ഒന്ന് ലോജിക്ക് വെച്ച് നോക്കാവുന്നേ ഉള്ളൂ. ഇൻറ്റു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ വരിക 36 ഇൻറ്റു 6 - 7 എന്നാണ് വരിക. 36 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു വാല്യൂ കിട്ടും. അതിന്ന് 7 കുറച്ചാലും നമുക്ക് 42 കിട്ടാൻ പോകുന്നില്ല. കണ്ടോ 36 ഇൻറ്റു 6 വെച്ച് ഇതൊക്കെ വേണ്ട 6 36 6 3 18 21 കണ്ട 216 വരിക. 216 7 കുറച്ച് കഴിഞ്ഞാൽ 42 കിട്ടും. അതേപോലെ തന്നെ ഇതും നോക്കുക 216 36 ഇൻറ്റു 6 + 7 എന്ന് പറഞ്ഞാലും 42 കിട്ടില്ല. അപ്പം ഇതൊന്നുമല്ല, ഇതുമല്ല ഇൻറ്റു അല്ല എന്തായാലും വരിക. അതായത് കണ്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഏത് സിമ്പൽ ഇടണം, ഈ ഒരു ഭാഗത്ത് ഏത് സിമ്പൽ ഇടണം എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഡിവിഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 36 ആദ്യം ബൈ ആണ്, പിന്നെ നെഗറ്റീവ് ഇടാനാണ് പറയണേ. 6 ഇവിടെ -7. ഇതിൻ്റെ ആൻസർ നോക്കുക. അപ്പോൾ എത്ര വരിക 36/6 എന്ന് പറഞ്ഞാൽ 6 7 എന്ന് പറഞ്ഞാൽ -1 ആണ് ആൻസർ വരിക. അതാണോ കിട്ടേണ്ടത്? അല്ല, 42 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതല്ല നമ്മുടെ ആൻസർ. ഇനി ഇത് നോക്കുക 36/6 പിന്നെ എന്താ ഇൻറ്റു ഇടാനാണ് പറയണേ. ഇൻറ്റു 7 ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. ആദ്യം ഡിവിഷൻ ചെയ്യണം. അപ്പോൾ 6 എന്ന് കിട്ടും. ഇൻറ്റു 7 6 ഇൻറ്റു 7 എത്രയാണ് 42 കണ്ടോ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 42 ആൻസർ കിട്ടിയില്ലേ. അപ്പോൾ ശരിയായ സിമ്പൽ ഏതാ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആണ്. ആ ഓർഡറിൽ വേണം അവിടെ കൊടുക്കാനായിട്ട്. ഓക്കെ, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഇത് ഇവിടെ തന്നിട്ടുണ്ട് 8 ഇവിടെ ഡാഷ് ആണ്, പിന്നെ 9-8-8-4-9 = 65 കിട്ടണം. ഓക്കെ, അപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുത്ത് നോക്കുക. ആദ്യത്തെ സെറ്റ് എന്താ ഇതാണ്. ആദ്യത്തെ സെറ്റ് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. എന്താ 9 മൈനസ് കൊടുക്കുക 8 പിന്നെ പ്ലസ് കൊടുക്കുക 8 പിന്നെ ഇൻറ്റു കൊടുക്കുക 4 ഡിവിഷൻ 9 കൊടുക്കുക. കണ്ടോ. അപ്പോൾ അത് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാം 4/9 വരിക അല്ലേ. ഇതിൽ വേണ്ട ആദ്യം ചെയ്യാൻ. ഇത് ആദ്യം ചെയ്യുമ്പോൾ 9 - 8 + 8 ഇൻറ്റു 4/9 വരിക. ഇനി ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇത് കട്ട് ചെയ്ത് പോവോ? ഇത് കട്ട് ചെയ്ത് പോവില്ല. അപ്പോൾ ഇതല്ല നമ്മുടെ ആൻസർ. കാരണം നമുക്കിത് ഇവിടെ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു എണ്ണൽ സംഖ്യ അവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതാവുമ്പോൾ നമുക്ക് എണ്ണൽ സംഖ്യ കിട്ടില്ല, ഒരു ദശാംശ സംഖ്യയാണ് കിട്ടുക. അപ്പോൾ ഇതല്ല ആൻസർ. ഇനി അത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതല്ല ആൻസർ. ഇനി അടുത്തത് എന്താ ഇത് ഇട്ട് കൊടുത്ത് നോക്കുക. ഇതിട്ട് കൊടുത്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് വരിക 9 ആദ്യം ഡിവിഷൻ 8 പിന്നെ മൾട്ടിപ്ലിക്കേഷൻ 8 പിന്നെ +4 - 9 ഇതാണ്. അപ്പോൾ ആദ്യം ഡിവിഷൻ ചെയ്യണം 9/8 പിന്നെ ഇൻറ്റു 8 +4 - 9 ഇതാണ് കിടക്കുന്നത്. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ ഇതും കട്ട് ചെയ്ത് പോവും. ബാക്കി എന്ത് വന്നു 9 + 4 - 9 എന്ന് വന്നു. അപ്പം 9ഉം 9ഉം കട്ട് ചെയ്ത് പോയി. ആൻസർ എന്താ വന്നത് 4 ആണോ കിട്ടേണ്ടത്? അല്ല, 65 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതും അല്ല നമ്മുടെ ആൻസർ. ഇനി ഇത് ഇട്ട് കൊടുത്ത് നോക്കുക. ഇതിടുമ്പോൾ എങ്ങനെയാണ് വരിക 9 ഇൻറ്റു 8 പിന്നെ +8 ഡിവൈഡഡ് ബൈ 4 - 9 ഇത് ചെയ്യാനാണ് പറയണേ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഡിവിഷൻ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരും 9 ഇൻറ്റു 8 + 8/4 എന്ന് പറഞ്ഞാൽ 2 ആണ് -9. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 9 × 8 എത്രയാണ് 72 + 2 - 9 എത്ര വരിക 72 + 2 എന്ന് പറഞ്ഞാൽ 74. 74ൽ നിന്ന് 9 പോയാൽ 65. കണ്ടോ, കറക്റ്റായിട്ട് കിട്ടി. 65 എന്ന് കിട്ടി. അപ്പോൾ ഏതാ നമ്മുടെ ആൻസർ? സി. കണ്ടോ. അപ്പോൾ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഓപ്ഷൻസും ഇട്ട് നോക്കിയിട്ട് തന്നെ ചെയ്യണം. ചിലപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ നമുക്ക് കിട്ടും, ചിലപ്പോൾ 2 എണ്ണമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണ്ടി വരും ഇടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതേപോലെ പ്ലസിന് പകരം ഇൻറ്റു ആണ്. അതായത് ഇപ്പോൾ നമ്മളിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഇതാണ് തന്നിട്ടുള്ളത്. എന്താ 5 + 3 - 8 ഇൻറ്റു 2 = 19 ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞേക്കാണ് പ്ലസിന് പകരം ഇത് ക്വസ്റ്റ്യൻസ് വായിക്കുക. എന്താണ് പ്ലസിന് പകരം ഇൻറ്റു 2 കൊടുക്കണം.
മൈനസിന് പകരം പ്ലസ് ഇട്ട് കൊടുക്കണം, മൈനസിന് പകരം പ്ലസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആൻസറാണ് നമുക്ക് കിട്ടണ്ടേ, 19 എന്നുള്ള ആൻസർ കിട്ടണം. അപ്പോൾ ഇൻറ്റൂവിന് പകരം എന്തേ കണ്ടോ, ഈ ഇൻറ്റൂവിന് പകരം നമ്മൾ എന്തായിരിക്കും ഇടേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അതായത് പ്ലസ്സിന് പകരം ഇൻറ്റു, ഇവിടുത്തെ പ്ലസ് 5, ഈ പ്ലസ്സിന് പകരം ഇൻറ്റു കൊടുക്കണം, മൈനസിന് പകരം പ്ലസ്സും കൊടുക്കണം. എന്നിട്ട് 8 ഇത് ഇവിടെ എന്ത് ചെയ്യണം എന്നാ പറയണേ, ഇതിനെ നമുക്ക് മാറ്റണം. ഇൻറ്റുവിനെ മാറ്റി വേറെ എന്തോ പ്ലേസ് ചെയ്യുമ്പോൾ അതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മളിവിടെ വട്ടിട്ട് കൊടുക്കുക. ഇവിടെ എന്തോ വേറെ ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടണം, 19 കിട്ടണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊന്ന് ചെയ്ത് നോക്കുക. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ആദ്യം മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 15 പ്ലസ് 8 ഇൻറ്റു അല്ല, ഇവിടെ എന്തോ ഒരു സിമ്പിൾ, ഇവിടെ ഏതാണ് ഇടേണ്ടതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ, ഈക്വൽ ടു 19 കിട്ടണം നമുക്ക്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഭാഗമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഇൻറ്റു അല്ല, ഇൻറ്റുവിന് പകരം, ഇൻറ്റു അർത്ഥമാക്കുന്നത് എന്ത്, ഇൻറ്റുവിന് പകരം വേറെ എന്തോ ആണ് ഇടേണ്ടത്. അത് പ്ലസ് ആണോ മൈനസ് ആണോ ഡിവിഷൻ ആണോ എന്നൊക്കെ നമുക്ക് അറിയണം. അപ്പോൾ ഈ ഭാഗമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതിനെങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, ഇതിനെങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഈ ഭാഗം കിട്ടേണ്ടതിനെ അവിടെ നിർത്തുക. 15-ന് അപ്പുറത്ത് പോകുമ്പോൾ അത് -15 ആവും. ആൻസർ എത്ര വരും, 4 എന്ന ആൻസർ വരും. അതായത് ഇതേ സംതിങ് ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, 4 എന്ന് കിട്ടണം. 8-നെ 2, 8 ഇതിപ്പോൾ ആ സ്ഥാനത്ത് 8-ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് 6 ആണ് കിട്ടുക, 4 അല്ല. അപ്പോൾ മൈനസ് അല്ല എന്ന് മനസ്സിലായി. പ്ലസ് ചെയ്താലോ, പ്ലസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ആണ് കിട്ടുക, അപ്പോൾ പ്ലസ്സും അല്ല. ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 8 × 2 എന്ന് പറഞ്ഞാൽ 16 ആണ് കിട്ടുക, അപ്പോൾ അതുമല്ല. 8 ഡിവൈഡഡ് ബൈ 2 ചെയ്താലോ, 8 ഡിവൈഡഡ് ബൈ 2 4 ആണ്. അതിനർത്ഥം ഇവിടുത്തെ സിമ്പൽ എന്താണ്, ഡിവിഷൻ ആണ് കാണിക്കുന്നത്. ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ സ്ഥാനത്ത് എന്താ കൊടുക്കേണ്ടത്, ഡിവിഷൻ ആണ് കൊടുക്കേണ്ടത്. അത് മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ 5 + 3 - 8 × 2 = 19. 19 ആണ് ആൻസർ എന്ന് അവർ തന്നിട്ടുണ്ട്. ഇനി പ്ലസ്സിന് പകരം നമ്മൾ എന്തിടണം എന്ന് പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ ഇടണം. മൈനസിന് പകരം പ്ലസ് ഇടണം എന്ന് പറഞ്ഞു. ഇതിന് പകരം, ഇത് ഇൻറ്റു അല്ല ഇവിടെ ശരിക്കുക, ആ ഇൻറ്റുവിന് പകരം നമ്മൾ എന്തിട്ടാലാണ് ഇവിടെ 19 കിട്ടുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ഭാഗം ഇത് എന്തിട്ടാലാണ് 19 കിട്ടുക. അപ്പോൾ ഇവിടെ എത്രയാണ്, 15 ആണ്. പ്ലസ് ഈ ഭാഗം നമുക്കറിയില്ല, അത് അതുപോലെ ഇടുക 19. നമുക്ക് ഇവിടെ അല്ലേ കണ്ടുപിടിക്കണ്ടേ, ഇതിനവിടെ നിർത്തുക, 15-നെ പുറത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും, 19 - 15, അതായത് 4 എന്ന് വരും. 8-നെ 2 കൊണ്ട് എന്ത് ചെയ്താലാണ് 4 കിട്ടുക, 8-ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 4 അല്ല, കുറച്ചാൽ 4 അല്ല, ഇൻറ്റു ചെയ്താലും 4 അല്ല. പക്ഷെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, 4 എന്നാണ് കിട്ടുക. അപ്പോൾ അവിടെ വരേണ്ടത് ശരിക്കും എന്താണ്, ഡിവിഷനാണ്. അതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. 5 + 5 + 5 ഡിവൈഡഡ് ബൈ 5. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡിവൈഡഡ് ബൈ 2 + 2 ഡിവൈഡഡ് 2 + 2 + 2 ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ന്യൂമറേറ്റർ സോൾവ് ചെയ്യാം. ഇവിടെ ബ്രാക്കറ്റ് ഓഫ് അല്ലേ ആദ്യം ചെയ്യേണ്ടത്. 5 + 5 + 5 എത്രയാണ്, 15/5 എന്ന് വരും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആദ്യം ഏതാ ചെയ്യുക, 2 + 2 + 2 ആണോ ചെയ്യേണ്ടത്, അല്ല, ഡിവിഷൻ ആദ്യം ചെയ്യണം. കണ്ടോ, ഈ ഭാഗം ആദ്യം ചെയ്യണം. അപ്പോൾ 2 + 2 പിന്നെ പ്ലസ്, ഇവിടെ എന്താ വരിക, പ്ലസ്, ഇവിടെ എന്താ 2/2 എന്ന് പറഞ്ഞാൽ 2/2 1 ആണ്. മുകളിൽ 15/5 ചെയ്താൽ 3 ആണ് കിട്ടുക, ഡിവൈഡഡ് ബൈ താഴെ 2 + 2 + 1 5, 3/5 എന്നാണ് ആൻസർ കിട്ടുക. ഇതെടുക്കാൻ കാരണം ഇത് ചെയ്യണത് നോക്കണം. ഇത് ചെയ്യുമ്പോൾ ആദ്യം ഈ പ്ലസ്സുകൾ ഇട്ട് ചെയ്യരുത്. എന്ത് ചെയ്യണം, 2/2 വേണം നമ്മൾ ആദ്യം ചെയ്യാൻ. 2/2 ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് വേണം ഇതിലേക്ക് പോകാനായിട്ട്. ഡിവിഷൻ ആദ്യം ചെയ്യണം, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തുള്ളൂ. പക്ഷേ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാ ടൈപ്പുകളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് പോവുക. അപ്പോൾ പ്രിലിംസിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ തന്നെ വരുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്